ഹലോ എവരിവൺ, എല്ലാവർക്കും ഫിസിക്സ് എന്ന് പറയുന്ന ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 11th ഫസ്റ്റ് ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ്. അതായത് ഇപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മറ്റൊരു ക്വാണ്ടിറ്റിയുമായിട്ട് എങ്ങനെ ബന്ധമുണ്ടാക്കുന്നു, അത് എങ്ങനെ ആ ഒരു ക്വാണ്ടിറ്റിയുമായി റിലേറ്റഡ് ആവുന്നു എന്ന് ഒരു ഹിന്റ് അല്ലെങ്കിൽ ഒരു ക്ലൂ തന്നിട്ട് ആ ഒരു പ്രത്യേക തരം ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ എന്ത് കണ്ടുപിടിക്കുക, യെസ്, ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമുക്ക് ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രത്യേകതരം ക്വസ്റ്റ്യനാണ് നമുക്ക് അതായത് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് എല്ലാ പ്രാവശ്യവും എന്ത് ചെയ്യാറുള്ളത്, യെസ്, റിപ്പീറ്റ് ചെയ്ത് പബ്ലിക് എക്സാംസിന് ചോദിക്കാറുള്ളത്. എൻ്റെ കഴിഞ്ഞ വർഷത്തെ 2025 മാർച്ച് എക്സാമിനും എനിക്ക് തോന്നുന്നത് ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കിയാലോ. യെസ്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. ദ ടൈം പീരീഡ്. ഓക്കെ, ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം on its length L, mass M and acceleration due to gravity G. Okay, sorry, ഇത് പെൻഡുലം ഡിപ്പെൻസ് ഓൺ ഇറ്റ്സ് ലെങ്ത് L, mass M and acceleration due to gravity G. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതട്ടെ. ഡിപ്പെൻസ് ആണ് കേട്ടോ, ഡിപ്പെൻസ്. ഓക്കെ, ഓക്കെ. Okay, the time period of a simple pendulum depends on its length L, mass M and acceleration due to gravity G. Okay, then derive the expression for the time period of the simple pendulum എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്താ വെച്ചാൽ, നമുക്ക് ടൈം പീരീഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട് അല്ലേ. യെസ്, ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു കണക്ഷൻ എഴുതി വയ്ക്കാം. ഇത് ക്വസ്റ്റ്യൻ നമ്മുടെ, അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഞാൻ എഴുതാം. ഓക്കെ, യെസ്, നമുക്ക് ടൈം പീരീഡ് ടി എന്ന് തന്നിട്ടുണ്ട് അല്ലേ. യെസ്, ടൈം പീരീഡ് ടി എന്ന് തന്നിട്ടുണ്ട്. അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു? യെസ്, മാസിനെ, പിന്നെ ലെങ്ത്തിനെ, അതേപോലെ തന്നെ ഗ്രാവിറ്റി. ഓക്കെ, നമ്മുടെ മാസാണ് ആദ്യം എഴുതുന്നത്. ലെങ്ത് തന്നിരുന്നാൽ പോലും മാസം എഴുതിയാൽ ഇത്തിരി കൂടി നന്നായി നമുക്ക് ചെയ്യാൻ സാധിക്കും. ആദ്യം മാസം എഴുതുന്നതാണ് ഇത്തിരി കൂടി നല്ലത്. ഓക്കെ, യെസ്, ദ സിമ്പിൾ പെൻഡുലം ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ മാസ്, ലെങ്ത് ആൻഡ് ഗ്രാവിറ്റി. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു കണക്ഷൻ വരുത്തണം അല്ലേ. ആ കണക്ഷൻ വരുത്താൻ വേണ്ടി ഞാൻ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഇവിടെ ആഡ് ചെയ്തു. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും എടുത്തു. ഓക്കെ, മാസ് ഞാൻ എടുത്തു, ലെങ്ത് ഞാൻ എടുത്തു, ഗ്രാവിറ്റി ഞാൻ എടുത്തു. ആ ഗ്രാവിറ്റിയും മാസും ലെങ്ത്തിൻ്റെയും മുകളിൽ ഞാനൊരു കോഎഫിഷ്യൻറ്റിനെ ആഡ് ചെയ്യാം. അത് റൈസ് ടു ദാറ്റ് കോഎഫിഷ്യൻറ്റിന് ഞാൻ ചേർക്കും. അപ്പോൾ മാസിൻ്റെ മുകളിൽ ഞാൻ എ എന്ന ഒരാളെ ചേർത്തു. ഇനി ഗ്രാവിറ്റിയുടെ മുകളിൽ ഞാൻ ബി എന്ന ഒരാളെ ചേർത്തു. അതേപോലെ തന്നെ ലെങ്ത്തിൻ്റെ മുകളിൽ ബി എന്ന ഒരാൾ ചേർത്തു. അതുപോലെ തന്നെ ഗ്രാവിറ്റിയിൽ സി എന്ന് പറയുന്ന ഒരാളെയും കൂടി ചേർത്തു. ഓക്കെ, യെസ്, നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. യെസ്, ഇനി ഇതിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളെപ്പോഴും അവിടെ എന്ത് ചെയ്യും? യെസ്, ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ കെ എം എൽ റൈസ് ടു ബി ജി റൈസ് ടു സി എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ തൽക്കാലം ഇത് മായ്ക്കുന്നില്ല. ഓക്കെ, ശരി, നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഈ 3 പേരെ കണ്ടോ, ഈ മാസ്, ലെങ്ത്, ഗ്രാവിറ്റി, ഇവരുടെ ഡയമെൻഷൻ ഒന്ന് എഴുതണം. ഡയമെൻഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്തായിരുന്നു? യെസ്, മാസിൻ്റെ ഡയമെൻഷൻ എം ആണ്, പിന്നെ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എൽ ആണ്, പിന്നെ യെസ് ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻ ചെറുതാക്കി എഴുതാം. ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. യെസ്, യെസ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ? യെസ്, ആക്സലറേഷൻ. ആക്സലറേഷൻ്റെ എൽ ടി റൈസ് ടു -2. ഓക്കെ, യെസ്. ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 3 ആൾക്കാരുണ്ട് അല്ലേ.
3 ആൾക്കാരുണ്ട്, പിന്നെ അതേപോലെ തന്നെ അവരുടെ ഡയമെൻഷൻ ഉണ്ട്. ഇനി ഇവരുടെ ഡയമെൻഷൻ ഓരോന്നായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലോ? തീർച്ചയായും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു മാസിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം. വേഗം നമുക്ക് ചെയ്യാം. മാസിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം റേസ് ടു എ ഉണ്ട്, പിന്നെ ലെങ്ത്തിൻ്റെ എൽ അത് റേസ് ടു ഒരു ബി, പിന്നെ ഗ്രാവിറ്റേഷൻ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എൽ ടി റേസ് ടു -2, ഇതിൻ്റെ മുകളിൽ ഒരു സി ഉണ്ട്. നമുക്ക് ഡയമെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മായ്ച്ചു. ഓക്കെ, ഇനി നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എ എൽ റേസ് ടു ബി എൽ ടി റേസ് ടു -2 ഇൻറ്റു ഹോൾ റേസ് ടു സി. ഓക്കെ, ഇനി നമ്മുടെ ടൈമിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതല്ലേ? യെസ്, ടി തന്നെയാണ്. ഇനി അതിനെ എനിക്ക് വേറെ ഒരു രീതിയിലും കൂടി എഴുതാൻ സാധിക്കും. ഡയമെൻഷൻ നമ്മൾ പൊതുവെ MLT എന്നുള്ള രീതിയിലാണ് എഴുതുക അല്ലേ? അപ്പോൾ ഈ ടൈമിനെ എനിക്ക് എങ്ങനെ എഴുതാം? എം റേസ് ടു 0 എൽ റേസ് ടു 0 ടി റേസ് ടു 1 എന്ന് എഴുതിക്കൂടെ? യെസ്, എഴുതാം. കാരണം എം റേസ് ടു 0 1, ഓക്കെ, എൽ റേസ് ടു 0 അതും 1, ടി റേസ് ടു 1 പറഞ്ഞാൽ ടി, അപ്പോൾ 1 × 1 × ടി പറഞ്ഞാൽ യെസ് ടി തന്നെ. അപ്പോൾ ഞാൻ ഈ ടീനും കൂടി ഞാൻ ഡയമെൻഷൻ എടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? യെസ്, എനിക്ക് ഈ ടീൻ്റെ ഡയമെൻഷനെ എനിക്ക് ഒന്നുകൂടി നന്നായി എഴുതാം. യെസ്, ഓക്കെ, ഈ ടീൻ്റെ ഡയമെൻഷൻ എനിക്ക് വേറെ രീതി എഴുതി ചേർക്കാൻ പറ്റും. അതായത് എം റേസ് ടു 0 എൽ റേസ് ടു 0 ടി റേസ് ടു 1 ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എന്തെഴുതും? എം റേസ് ടു എ എൽ റേസ് ടു ബി ആണ് കേട്ടോ, സോറി ഇത് നമ്മുടെ പുറത്താണ് വരുന്നത്. എൽ റേസ് ടു ബി പിന്നെ യെസ് എൽ ടി റേസ് ടു -2 ഇൻറ്റു സി. ഓക്കെ, വരില്ലേ? യെസ്. ഇനി ഇവനെ അവിടെ തന്നെ ഞാൻ വെച്ചു, ടീനൊരു വ്യത്യാസമില്ല. അപ്പോൾ ബാക്കി റൈറ്റ് സൈഡ് താഴെ ഞാൻ വെച്ചപ്പോൾ ഇൻറ്റു മാറ്റി എഴുതിയപ്പോൾ എനിക്ക് കിട്ടും കെ എം റേസ് ടു എ എൽ റേസ് ടു ബി. പിന്നെ ഇത് നോക്കുക, ഇവിടെ എൽ ടി റേസ് ടു -2ൻ്റെ മുകളിൽ ഹോളായിട്ട് ഒരു സി ഇല്ലേ? ഈ ഒരു സാധനത്തിൻ്റെ മുകളിൽ ഹോളായിട്ടില്ലേ സി ഉള്ളത്? അതായത് എൽ ടി റേസ് ടു -2ന് മൊത്തമായിട്ട് സി ബാധകമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് കൊടുത്തു? യെസ്, ഇവിടെ ഞാൻ എൽ റേസ് ടു സി ടി റേസ് ടു -2c എന്നും കൊടുക്കാൻ സാധിക്കില്ലേ? യെസ്, കൊടുക്കും. ഇനി എന്ത് വരും? ഇവിടെ ഞാൻ M0 L0 ടി റേസ് ടു 1 തന്നെ എഴുതി കേട്ടോ. ഓക്കെ, സോ റഫായിട്ട് എഴുതി. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഇവിടെ എം റേസ് ടു 0 അതിനു മുമ്പ് നമ്മുടെ ആള് ഇവനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് മാറ്റി എഴുതണം. അതായത് ഇവനെ ഒന്നും കൂടി ഒന്ന് മാറ്റി എഴുതണം. അപ്പോൾ നമുക്ക് കിട്ടും കെ ഇൻറ്റു എം റേസ് ടു എ. ഇനി ഈ ഒരു ഇക്വേഷനിൽ എല്ലിൻ്റെ മുകളിൽ ആരൊക്കെയുണ്ട്? ശരിക്കും എല്ലിൻ്റെ മുകളിൽ ബി മാത്രമാണല്ല, എല്ലിൻ്റെ മുകളിൽ സിയും ബിയും ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലിനെ സെപ്പറേറ്റ് ആക്കി എൽ റേസ് ടു ബി പ്ലസ് സി എന്ന് എഴുതി. ഓക്കെ, എൽ റേസ് ടു ഞാൻ എന്താ എഴുതി? എൽ റേസ് ടു ബി പ്ലസ് സി എന്ന് എഴുതി. ഓക്കെ, ഇനി ടി റേസ് ടു -2c ഉണ്ടോ അവിടെ? -2c. ഓക്കെ, ഇനി ഞാൻ M0 L0 ടി റേസ് ടു 1 എന്ന് എഴുതി. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്ത് നമ്മൾ ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ചെറിയൊരു സ്റ്റെപ്പും കൂടി ചെയ്താൽ ഈ ഡെറിവേഷൻ അവസാനിക്കും. ഇനി നമ്മൾ നോക്കുക, ഇവിടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും എം ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലും എം ഉണ്ട്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എൽ ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലും എൽ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലും ടി ഉണ്ട്, അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ടി ഉണ്ട്. അവരുടെ പവേഴ്സ് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടെ എമ്മിൻ്റെ മുകളിൽ ആരാണ്? 0 ആണ്. ഇവിടെ എമ്മിൻ്റെ മുകളിൽ എ ആണ്. അപ്പോൾ എനിക്ക് എ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. കാരണം പവേഴ്സ് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ പവർ ആരാണോ വഹിക്കുന്നത് അയാൾ ഈക്വൽ ആണെങ്കിൽ പവേഴ്സ് ഈക്വൽ ആയിരിക്കും. അതായത് 3 raised to 1 എന്ന് പറഞ്ഞാൽ 3 raised to 1 തന്നെയല്ലേ? യെസ്.
അപ്പോൾ പവേഴ്സ് രണ്ട് ഈക്വൽ, കാരണം പവർ ഉള്ള ആൾ ഈക്വൽ. അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ മുകളിലുള്ള രണ്ടുപേരും നമ്മൾ ഈക്വേറ്റ് ചെയ്തു. ഇനി എല്ലിൻ്റെ മുകളിലുള്ള, ഇവിടെ എല്ലിൻ്റെ മുകളിലുള്ളത് 0 ആണ്, ഇവിടെയോ ബി പ്ലസ് സി. ഓക്കെ, ഇവിടെ ബി പ്ലസ് സി ഉണ്ട്. ഇനി ഞാൻ എഴുതി, അപ്പോൾ എന്ത് വരും? ബി പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് വരില്ലേ? യെസ്, ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് ചെറിയപ്പോൾ ഓക്കെ, യെസ്, നമ്മൾ എല്ല് കഴിഞ്ഞു. ഇനി അടുത്തത് എമ്മും കഴിഞ്ഞു, എല്ലും കഴിഞ്ഞു. ഇനി അടുത്ത് ടി ആണ്. ടിയുടെ പവേഴ്സ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ -2c ഇസ് ഈക്വൽ ടു 1. ഇതിൽ നിന്ന് നമുക്ക് സി എന്ത് കിട്ടും? സി -1/2 എന്ന് കിട്ടില്ലേ? യെസ്, കിട്ടും. ഇനി ഞാൻ ഈ സീനെ ഈ ഇക്വേഷനിൽ ഞാൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും വെച്ചാൽ, ഞാൻ ബി പ്ലസ് സി പറഞ്ഞാൽ -1/2, അപ്പോൾ മൈനസ് തന്നെ വയ്ക്കാം. ബി -1/2 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ബി -1/2 0 ആണെങ്കിൽ ബി എന്തായിരിക്കും? യെസ്, നമുക്ക് സിമ്പിളായിട്ട് തന്നെ എഴുതാം. ബി ഇസ് ഈക്വൽ ടു 1/2. ഓക്കെ, ഇനി നമുക്കെല്ലാം ഒന്ന് വൃത്തിയായി എഴുതാം. നമുക്ക് എ കിട്ടിയത് 0 തന്നെ, ബി കിട്ടിയത് 1/2. യെസ്, ബി ഇസ് ഈക്വൽ ടു 1/2, സി -1/2. ഓക്കെ, ഇനി ഈ 3 പേരും കണ്ട, ഞാൻ ഇവരെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ദാ ഈ 3 പേര് നമുക്ക് എവിടെ എഴുതണം? യെസ്, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ 3 പേരെ നമുക്ക് ദാ ഈ ഇക്വേഷൻ 1 എന്ന് പറയുന്ന ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ആദ്യം വായിക്കാം. ഇവിടം വരെ വായിച്ചാൽ മതി. ഓക്കെ, മൊത്തം വായിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നോക്കൂ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഇക്വേഷനും ചെയ്യാം. നമുക്ക് എന്നാൽ ഒരു കാര്യം ചെയ്യും, ഈ ഇക്വേഷൻ ചെയ്യാം. ഇക്വേഷൻ 2ൽ ഞാൻ ഇവരെയൊക്കെ ഞാൻ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എ ബി സിയെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ടി ഇസ് ഈക്വൽ ടു കെ റേസ് ടു എം. എ എന്തായിരുന്നു? യെസ്, 0 ആയിരുന്നു അല്ലേ? എം റേസ് ടു 0. പിന്നെ എൽ റേസ് ടു ബി എന്ന് പറയുന്നത് 1/2 ആയിരുന്നു. പിന്നെ ജി എന്ന് പറയുന്നത് -1/2 ആയിരുന്നു. ബി എന്ന് പറയുന്നത് 1/2, സി എന്ന് പറയുന്നത് -1/2 ആയിരുന്നു. ഓക്കെ, ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. എക്സ് റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ √x അല്ലേ? അപ്പോൾ എക്സ് റേസ് ടു -1/2 പറഞ്ഞാൽ 1/√x. സംശയമില്ലല്ലോ നിങ്ങൾക്ക് ആർക്കും? എക്സ് റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ √x. അപ്പോൾ എക്സ് റേസ് ടു -1/2 എന്ന് പറഞ്ഞാൽ 1/√x. ഓക്കെ, എല്ലാവരും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. ഇതോടുകൂടി ഡെറിവേഷൻ അവസാനിക്കുന്നു. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു 0 പറഞ്ഞാൽ 1. അപ്പോൾ അത് എഴുതണ്ട. എൽ റേസ് ടു എന്താണ്? 1/2 ആണ്. എക്സ് റേസ് ടു 1/2 പറഞ്ഞാൽ √x. അപ്പോൾ എൽ റേസ് ടു 1/2 പറഞ്ഞാൽ √x ഇൻറ്റു ഇ റേസ് ടു -1/2 ആണ്. ഇ റേസ് ടു -1/2 എന്ന് പറഞ്ഞാൽ യെസ് 1/√g. ഓക്കെ, ഇനി നമുക്ക് ഏകദേശം ഇക്വേഷൻ എത്തി. ഞാൻ എയും ബിയും സിയുടെ ഒക്കെ വാല്യൂസ് റേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും. ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു, രണ്ടുപേരും റൂട്ടിലല്ലേ, അപ്പോൾ ഞാൻ റൂട്ട് കോമൺ ആയിട്ട് എടുത്തു. √L/g എന്ന് വന്നു. ഓക്കെ, ഇനി ഈ കെ നമുക്ക് അറിയാം. നമുക്കിനി വരുന്ന ചാപ്റ്ററിൽ പഠിക്കും. ടി ഇസ് ഈക്വൽ ടു 2π√L/g ആണ് യഥാർത്ഥ ഇക്വേഷൻ. അതിൽ 2π എന്ന് പറയുന്ന ആളാണ് ആര്? കെ. വേണമെങ്കിൽ കെൻ്റെ സ്ഥാനത്ത് നമുക്ക് 2π എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുകൂടി ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാം.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതുവരെ ആൻസർ എഴുതിയാലും നല്ല മാർക്കാണ്. ഇനി ഒന്നും കൂടി പെർഫെക്ഷൻ വരുത്താൻ വേണ്ടി നമ്മൾ 2π√L/G എന്ന് എഴുതി വെക്കുന്നു. ഞാൻ ഇവനെയും പെട്ടിയിൽ വരച്ചു, ഇവനെയും പെട്ടിയിൽ വരച്ചു. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന്, ഈ വലിയൊരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നിടത്തോളം തന്നെ നിങ്ങൾക്ക് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പകുതി അല്ലെങ്കിൽ ഫുൾ കൺസെപ്റ്റ് ഈ ഒരു ചോദ്യത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് 4 or 3 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ചോദിച്ചാൽ വളരെയധികം നല്ല മാർക്ക്, വളരെ സിമ്പിളായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണത്. ഈ ചോദ്യം കൊണ്ട് ഈ ഒരു സെഷൻ അവസാനിക്കുന്നില്ല, നമ്മൾ ഇനിയും ചോദ്യങ്ങൾ ചെയ്യും. പക്ഷെ തൽക്കാലത്തേക്ക് നമ്മൾ ഈ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുന്നു. അപ്പോൾ ഈ ക്ലാസ് ആണ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്ലാസ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയൊരു ചാപ്റ്ററുമായി കാണാം. അതുവരേക്കും താങ്ക് യു.